നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. വിഷുവൊക്കെ ആഘോഷിച്ച് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഇരിക്കുക എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ വിഷുവിൻ്റെ തലേദിവസം നല്ലൊരു ഫേഷ്യലാണ് കാണിച്ചതെന്ന്, അത് ഇപ്പോഴും എൻ്റെ ആ ഒരു ഗ്ലോ എൻ്റെ മുഖത്തുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇത്തിരിയെങ്കിലും ടാൻ അടിച്ചത് നമ്മൾ ആ ദിവസം അമ്പലത്തിൽ പോകും, നമ്മൾ കുറച്ച് തലേ ദിവസത്തെ സാധനങ്ങൾ വാങ്ങാൻ പോകും. ആ ഒരു പരിപാടിയിലൊക്കെ നമ്മൾ സ്കിന്നിൽ ടാൻ അടിച്ചിട്ട് അതിൻ്റേതായ ഒരു ചെറിയൊരു വ്യത്യാസം അത്രയേ ഉള്ളൂ. എന്നാലും ചെറിയൊരു വ്യത്യാസം മാത്രമേ എനിക്ക് ആ ടാനിൻ്റേതായിട്ട് തോന്നുള്ളൂ. ആ ഗ്ലോ ഇപ്പോഴും നിലനിൽക്കണം. നല്ല അടിപൊളി ഫേഷ്യലാണ്. നിങ്ങൾ ചെയ്യാത്തവരുണ്ടെച്ച് ചെയ്യാട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ആ ടാൻ അടിച്ചതൊക്കെ ഉണ്ടെച്ച് അത് പെട്ടെന്ന് മാറാനും കണ്ണിനടിയിലെ ഡാർക്ക് സർക്കിൾ മാറ്റാനും മുഖത്തിന് നമ്മുടെ ആ പഴയ ഗ്ലോനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയ നല്ലൊരു പാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി പാക്കാണ് കേട്ടോ. ഇത് നമ്മുടെ സ്കിന്നിൽ പെട്ടെന്നാണ് ആ ടാനൊക്കെ മാറ്റി സ്കിന്നിന് പെട്ടെന്നൊരു ഗ്ലോ തരും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടെന്നുള്ള അതിന് മുന്നോട്ടായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടിച്ച് എൻ്റെ പേര് ദീപ എന്നാണ്. നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. യൂസ്ഫുൾ ആണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കിയത് നോക്കിയിട്ട് വരാം. നമുക്കപ്പം ആദ്യം ആവശ്യം ഇതുപോലെ ഒരു കക്കിടിയാണ്. ഇത് മൊത്തം വേണ്ട, ചെറിയൊരു കഷ്ണം എടുത്ത് നമുക്ക് തൊലി ചെത്തി ഇതിൻ്റെ ജ്യൂസ് എടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ നമ്മുടെ കക്കിടി ഉണ്ടല്ലോ അത് നല്ലപോലെ ഗ്രേറ്റ് ചെയ്തെടുത്ത് തൊലി കളഞ്ഞിട്ട് ഇതിൻ്റെ ഇത്രയും മതി, നല്ല ജ്യൂസ് കിട്ടും നമുക്കിത്. വേണ്ട ഒരുപാട് ജ്യൂസ് ഉള്ളതാണ് നമ്മുടെ ഈ കക്കിടിയിൽ. നല്ലപോലെ പിഴിഞ്ഞെടുക്കുക. നല്ല ചൂടുകാലം നടക്കണത്. ഈ സമയത്ത് കക്കിടിയൊക്കെ ധാരാളമായിട്ട് നമ്മൾ നമ്മുടെ സലാഡിൽ ഉൾപ്പെടുത്തുക. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുപാട് ജ്യൂസ് കിട്ടും നമുക്ക് കക്കിടിയിൽ നിന്ന്. ഇത്രയല്ലേ ഞാൻ ആകെ എടുത്തുള്ളൂ, ഇത്രയും ജ്യൂസ് കിട്ടി. ഇതിലൊക്കെ അങ്ങനെ നിൽക്കുകയാണ് അതിൻ്റെ ജ്യൂസ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിലേക്ക് ആക്കിയിട്ട് ഒന്നും കൂടിയും പിഴിഞ്ഞെടുക്കാം. ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട് എനിക്ക്. നമുക്കിത് ഈ കക്കിടിയുടെ ഇതുണ്ടല്ലോ, ഈ ജ്യൂസ് എടുത്ത് ഐസ് ട്രേയിൽ ഒഴിച്ച് ഐസാക്കിയിട്ട് ദിവസവും കണ്ണിനടിയിൽ നമ്മളൊരു മസാജ് കൊടുക്കുക. കണ്ണിനടിച്ചിട്ടുള്ള നമ്മുടെ കറുപ്പ് കളറുണ്ടല്ലോ അതൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ. ഡാർക്ക് സർക്കിൾ ഉണ്ടെച്ചാൽ അതൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും. ഇനി നമുക്ക് ഈ പാക്കിന് വേണ്ട സാധനം എന്താ നോക്കാം. ഒരു ബൗളിലേക്ക് ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി എടുത്തേക്കണത്. നിങ്ങളുടെ കയ്യിൽ ഏത് മഞ്ഞൾപ്പൊടി ഉള്ളിച്ചാൽ അത് എടുക്കുക. നിങ്ങൾക്ക് സ്കിന്നിക്ക് മഞ്ഞൾപ്പൊടി ചേരില്ലെച്ചാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കുക കേട്ടോ. ഇനി നമുക്ക് ആവശ്യം ഇതിലേക്ക് 1 സ്പൂൺ കടലമാവാണേ. കടലമാവും മഞ്ഞൾപ്പൊടിയും സ്ഥിരമായിട്ട് ഇവിടുത്തെ ആൾക്കാർ തേക്കണതാണ്. ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുള്ളതുമാണ്. കടലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും നല്ല അടിപൊളിയാണ്. സ്കിൻ നല്ലപോലെ ഗ്ലോയോടുകൂടി തിളക്കത്തോടുകൂടി ഇരിക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ നിറച്ച് നമ്മുടെ കടലമാവ് ഇട്ട് കൊടുത്തു. ചെറിയ സ്പൂണിന് 1 സ്പൂണാണേ. ഇനി നിങ്ങളുടെ കയ്യിൽ മഞ്ചിഷ്ട ഉണ്ടെച്ചാൽ മഞ്ചിഷ്ട ഇട്ട് കൊടുക്കുക. മഞ്ചിഷ്ട നമ്മുടെ മുഖത്തെ പാടുകൾ മാറാൻ ഏറ്റവും നല്ലതാണ്. മഞ്ചിഷ്ട ഇല്ലാത്തവർക്ക് നിങ്ങളുടെ കയ്യിൽ ഏത് ചന്ദനത്തിൻ്റെ പൊടി ഉള്ളിച്ചാൽ അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ കടലമാവിന് പകരം വേറെ എന്താണെന്ന് ചോദിക്കരുത്, കടലമാവിന് ഇട്ട് കൊടുക്കുക. സ്കിന്നൊന്ന് ക്ലിയർ ആക്കാൻ, അഴുക്കൊക്കെ ഒന്ന് കളയാനും എല്ലാത്തിനും കടലമാവ് സഹായിക്കും. അത് മാത്രമല്ല, എനിക്ക് കടലമാവ് ഭയങ്കരമായിട്ട് സ്കിൻ ഒരു ഗ്ലോ തരുന്നതായിട്ട് എപ്പോൾ യൂസ് ചെയ്യുമ്പോൾ തോന്നിയിട്ടുണ്ട്. അപ്പോൾ കടലമാവും നമ്മുടെ മഞ്ചിഷ്ട ഇല്ലെങ്കിൽ മാത്രം നിങ്ങളുടെ കയ്യിൽ ചന്ദനപ്പൊടി ഉണ്ടെങ്കിൽ ചന്ദനത്തിൻ്റെ പൊടി നമ്മുടെ മുഖത്തത്തെ പാടുകളും മുഖക്കുരു വന്ന പാടുകളും മുഖത്തത്തെ എന്ത് പ്രശ്നം ഉണ്ടെച്ചാൽ അതൊക്കെ മാറ്റാൻ സഹായിക്കുന്നതാണ്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ കക്കിടി ജ്യൂസ് ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കക്കിടിയുടെ ജ്യൂസും നമ്മുടെ സ്കിന്നിലെ കണ്ണിനടിയിലെ ഡാർക്ക് സർക്കിൾ മാറാനും മുഖത്തിന് ഒരു തിളക്കം നൽകാനും ഒക്കെ സഹായിക്കുന്നതാണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഞാൻ നല്ലോണം ഒഴിച്ചു കൊടുത്തു. കുറച്ച് കൂടിപ്പോയി ജ്യൂസ് പൊളിയായി. ഞാനപ്പോൾ ഇതിലേക്ക് കുറച്ച് കടലമാവും കുറച്ച് മഞ്ചിഷ്ടപ്പൊടിയും കൂടി ചേർക്കുകയാണ് കേട്ടോ. കുറച്ച് കടലമാവും കുറച്ച് പൊടിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരാൾക്ക് ആവശ്യത്തിന് വേണ്ടി മാത്രമാണെന്ന് വെച്ചാൽ ഇത്ര എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആദ്യം എടുത്ത അളവ് മതി. ഇതിലെനിക്ക് ജ്യൂസ് കൂടി അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഈ ബാക്കി ഇട്ടത് മോന് തേച്ച് കൊടുക്കും കേട്ടോ. പിന്നെ നിങ്ങളിത് മുഖത്ത് മാത്രമല്ല കഴുത്തിലും കയ്യിലൊക്കെയും തേക്കുക. നല്ലപോലെ മുഖത്തെ പാടുകളാണെച്ചാലും ശരീരത്തെ എവിടുത്തെ പാടുകളാണെച്ചാലും അതുപോലെ തന്നെ ടാനും ഒക്കെ മാറും കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടുല്ലോ എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത്. മഞ്ചിഷ്ട നമ്മുടെ മുഖത്തുള്ള മുഖക്കുരുവിൻ്റെ പാടുകൾ മാറാനും നമുക്ക് തേക്കുമ്പോൾ ഒരു കറുപ്പ് കളർ പോലെ മുഖം ഇരുണ്ട പോലെയൊക്കെ തോന്നും കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് അത് കണ്ടിട്ട് ഇതാവണ്ട. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് തേക്കുമ്പോൾ നമ്മുടെ സ്കിൻ പെട്ടെന്നാണ് പാടുകൾ മാറി മുഖത്തിന് നല്ല കളർ വരിക. എനിക്ക് ആ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് മുഖത്ത് വല്ലാത്തൊരു കളർ പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പക്ഷേ അത് മുഖം ഇരുണ്ട് വരണമല്ലോ പറഞ്ഞിട്ട് തേക്കാതിരുത്തില്ല. പിന്നെയും തേച്ചപ്പോൾ എനിക്ക് സ്കിൻ നല്ല പോലെ പാടുകളും പിഗ്മെൻറ്റേഷൻ മാറാൻ ഏറ്റവും നല്ലതാട്ടോ മഞ്ചട്ടി എന്ന് കേട്ടിട്ടില്ല സാധനം. അപ്പോൾ നിങ്ങൾക്ക് അതുണ്ടെങ്കിൽ മഞ്ചിഷ്ട ഉപയോഗിക്കുക. പിന്നെന്താ
മഞ്ചിഷ്ട ഇല്ലെങ്കിൽ മാത്രം ചന്ദനത്തിൻ്റെ പൊടി, വെള്ളച്ചന്ദനോ രക്തചന്ദനോ ഏതാണെങ്കിലും നല്ലതാണ്. ചന്ദനവും നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിനും പാടുകൾ മാറാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്നതാണ്. ഇത് നമ്മൾ മുഖത്ത് തേച്ചിട്ട് നല്ലൊരു മസാജ് കൊടുക്കുക. മഞ്ചിഷ്ട ആയുർവേദ ഷോപ്പിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും. നല്ലൊരു മസാജ് കൊടുക്കുക. മഞ്ഞൾപ്പൊടി പറ്റണവരാണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി ഇടുക. നിങ്ങളുടെ വീട്ടിൽ കസ്തൂരി മഞ്ഞളുണ്ട് വെച്ചാൽ അത് ഇടുക. നിങ്ങൾ മുഖത്തേക്ക് വേണ്ടി ഏതാ ഉപയോഗിക്കാറ് വെച്ചാൽ അത് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ നമുക്കൊരു 2-3 മിനിറ്റിൻ്റെ ഒരു മസാജ് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അത് നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ്. ആ മസാജ് പറയാറുള്ളതാണ്. ബ്ലഡ് സർക്കുലേഷൻ കൂടും. അതുവഴി നമുക്ക് നമ്മുടെ സ്കിന്നിന് നമ്മൾ വിചാരിച്ചതിൻ്റെ ഇരട്ടി റിസൾട്ടാണ് അത് തരണത് കേട്ടോ. നമുക്ക് ഏറ്റവും കൂടുതൽ ഈ പിഗ്മെൻറ്റേഷനൊക്കെ വരുന്ന ഏരിയയിലൊക്കെ വരാൻ സാധ്യതയുള്ള ഏരിയയിലൊക്കെ നമ്മൾ നല്ലപോലൊരു മസാജ് കൊടുക്കുക. ഇപ്പം ഞാൻ നല്ലൊരു മസാജ് കൊടുത്തു. ഇനി നമുക്കിത് കട്ടിക്കിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ കഴുത്തിൽ തേക്കില്ല, ബാക്കിയുള്ളത് ഞാൻ എടുത്ത് വയ്ക്കും നാളെ കുളിക്കുമ്പോൾ തേക്കാൻ വേണ്ടിയിട്ട്. കക്കിരിയുടെ ജ്യൂസ് ഇല്ലാത്തവർക്ക് തൈര് ഒഴിച്ച് മിക്സ് ചെയ്യാം കേട്ടോ. തൈരോ തക്കാളി ജ്യൂസോ ഏതാ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് ചേരിയാച്ചാൽ അതെടുത്ത് മിക്സ് ചെയ്യുക. ഞാൻ നമുക്ക് കക്കിരിയുടെ ജ്യൂസ് കക്കിടി ഇപ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന സമയം, ചൂട് സമയത്ത്. ആ സമയത്ത് നമ്മൾ കക്കിടി പരമാവധി ജ്യൂസ് എടുത്ത് ഐസാക്കിയിട്ടും അതുപോലെ പാക്കുകളിലും ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിലെ ഡാർക്ക് സർക്കിൾ മാറാനൊക്കെ നല്ലപോലെ സഹായിക്കും കേട്ടോ ഈ കക്കിടിയുടെ ജ്യൂസ്. പലരും ചോദിക്കാറുണ്ട് കണ്ണിൻ്റെ ഇടയിൽ ഭയങ്കര ഡാർക്ക് സർക്കിൾ എന്താ ചെയ്യുന്നത്. അതിന് ഏറ്റവും ബെസ്റ്റാണ് കക്കിടി ജ്യൂസ്, ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ്. ഇതൊക്കെ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ഐസാക്കി ഉപയോഗിക്കാം. ഞാനൊരു ദിവസം കാണിക്കാം ഞാൻ എങ്ങനെ ചെയ്യാറ് എന്നുള്ളത് കേട്ടോ. ഇപ്പം ഞാൻ മുഖത്ത് മുഴുവൻ ഇട്ട് കൊടുത്തു. നമുക്കിതൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് റിസൾട്ട് കാണാം കേട്ടോ. ഇപ്പം എൻ്റെ മുഖത്തത്തെ നല്ലപോലെ ഉണങ്ങി കേട്ടോ. ഇത്രയും ഉണങ്ങേണ്ട ആവശ്യമില്ല, ഞാൻ വേറൊരു പണിത്തിരക്കിലായ കാരണം ഇത്രയും ഉണങ്ങി. നമുക്കിതൊന്ന് കഴുകിയെടുത്തിട്ട് റിസൾട്ട് നോക്കാം. ഞാനിപ്പോൾ മുഖം കഴുകിയിട്ട് വന്നു. നല്ല അടിപൊളിയായിട്ടാണ് വെളുത്തുന്നത്. ആ ടാൻ ഉണ്ടായിരുന്നതൊക്കെ മാറി നല്ലപോലെ വെളുത്തുണ്ട്. ഇത്രയും റിസൾട്ടാണ് കിട്ടണത് നമുക്ക് ഈ ഒരു സാധനം ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ തന്നെ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇതുപോലെ റിസൾട്ട് കിട്ടും. എന്താ പറയുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഒരു ഉപകാരമാവട്ടെ. നല്ല അടിപൊളി പാക്ക് പറഞ്ഞുകൊണ്ട് നല്ല അടിപൊളി പാക്ക്, നല്ലപോലെ വെളുത്തുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായി സ്കിന്ന്. അപ്പോൾ നിങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയെന്ന് കമൻറ്റ് വഴി അറിയിക്കും. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.